2025 നീറ്റ് എക്സാമിൽ കേരള 8ാം റാങ്ക് നേടിയ ഗൗതമും ഫാമിലിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സോ ഗൗതം, ബ്രില്യൻറ്റിൽ വരുന്ന എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് ഈ ഒരു മെഡിക്കൽ വിക്ടറി ഡേയിൽ പങ്കെടുക്കുക എന്നുള്ളത്. സോ ഗൗതത്തിൻ്റെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും അല്ലേ അത്? അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ജേണി ഇന്നിപ്പോൾ അതേ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. സോ എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ തോന്നുന്നത്? വളരെ സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനത്തെ ഒരു റാങ്ക് കിട്ടുമെന്ന്. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡെസ്പായിരുന്നു. കാരണം പ്രതീക്ഷിച്ചതിനേക്കാളും ഡിഫിക്കൽട്ടായിരുന്നു. മോഡൽ എക്സാംസിൽ എഴുതുന്നതിനേക്കാളും കുറവ് മാർക്കായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ്. നമ്മൾ ഇട്ട എഫേർട്ടിന് എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും, അതിലൊരു സംശയവുമില്ല. വളരെ സന്തോഷം. ഓക്കെ, സോ ഗൗതം എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് തൃശ്ശൂരാണ്, തൃപ്രയാർ ഭാഗം. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്? ബ്രില്യൻ്റ് ഏത് പ്രോഗ്രാമിലായിരുന്നു? റിപ്പീറ്റർ ആയിരുന്നു, റെസിഡൻഷ്യൽ ആയിരുന്നു, ഏത് പ്രോഗ്രാമിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ +1 +2 ബ്രില്യൻറ്റിന് തന്നെ തൃശ്ശൂർ സെൻറ്ററിൽ വീക്കെൻഡ് ബാച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പാലയിൽ ഡി ബ്ലോക്ക് ക്യാമ്പസിലും ഉണ്ടായിരുന്നു. 10th കഴിഞ്ഞ ഉടനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വഴിയാണ് ഞാൻ ബ്രില്യൻ്റ് എന്ന് അറിയുന്നത്. കാരണം അവരുടെ കൊളീഗ്സ് ആയാലും അവരുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ബ്രില്യൻ്റ് എന്ന് പഠിച്ച് നല്ല റാങ്ക് മേടിച്ച് റെപ്യൂട്ടബിളായ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവരാണ്. അങ്ങനെയാണ് ഞാൻ ബ്രില്യൻറ്റിനെ കുറിച്ച് അറിഞ്ഞത്. ഓക്കെ, സോ ഗൗതത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയും നമ്മുടെ കൂടെയുണ്ട്. സോ മാം, പേരെന്താണ്, എന്താ ചെയ്യുന്നത്? എൻ്റെ പേര് ഷീബ. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ മോനിങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പഠിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നീറ്റിൻ്റെ കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ +2ൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ തൃശ്ശൂർ തന്നെ വീക്കെൻഡ് ബാച്ചിൽ പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണമെന്ന് മാർക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ വർഷത്തെ എക്സാം എളുപ്പമായിരുന്നല്ലോ കുറച്ചും കൂടി. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയപ്പോൾ നമുക്ക് ബ്രില്യൻ്റ് തന്നെയാണ് അതിൽ ടോപ്പായി തോന്നിയത്. അപ്പോൾ തന്നെ നമ്മളത് വിളിച്ചു, സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഇവിടെ പഠിച്ചു. ഇങ്ങനെ ഒരു ടഫ് എക്സാമിൽ ഇത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷം, കൂടെ അഭിമാനം. നല്ലൊരു ഡോക്ടറായിട്ട്, ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് നല്ലൊരു ഡോക്ടറായിട്ട് വരണമെന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഗൗതത്തിൻ്റെ ചേച്ചിയുണ്ട്, പേരെന്താണ്? എൻ്റെ പേര് ശിവപ്രിയ. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാൻ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ കേരളത്തിൽ 8 ഒന്നും കിട്ടും നമ്മൾ വിചാരിച്ചില്ല. നല്ല റാങ്ക് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിച്ചത്. കാരണം ആൾ പഠിക്കും, ചെറുപ്പം മുതലേ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ വളരെ സന്തോഷം അപ്പോൾ കിട്ടിയതിൽ. പിന്നെ ബ്രില്യൻറ്റിന് ഒരു കാര്യം കൂടി മാഡം, നമ്മൾ ബ്രില്യൻറ്റിൽ തന്നെ നന്നായി അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാർഡന്മാരായാലും അജിത് സാറിനൊക്കെ ഇടയ്ക്ക് നമ്മൾ പോകുമ്പോൾ കാണാം. കുറച്ച് വട്ടം നമ്മൾ അവിടെ പോയിട്ടുണ്ട് പാരൻസ് മീറ്റിങ്ങിനൊക്കെ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയണം. എനിക്ക് അതിന് അവസരം എന്നാലും വന്നപ്പോൾ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിന് ശ്രീലക്ഷ്മി ടീച്ചർക്ക് ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ടീച്ചർ വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സ് തൊട്ടിട്ട് താഴെയുള്ള എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനും, എല്ലാ ടീച്ചിങ് സ്റ്റാഫിനും, എല്ലാ ഫാക്കൽറ്റീസിനും ഒരുപാട് താങ്ക്സ്, നന്ദി. സോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത് എല്ലാവരും കരഞ്ഞൊക്കെ ആയിരുന്നു എക്സാം ഹാളിൽ നിന്ന് പല കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മൊമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ട് വന്ന് കേരള 8th റാങ്ക് കിട്ടി എന്നുള്ള ആ ഒരു മൊമെൻറ്റും ഒന്ന് എന്തൊക്കെയായിരുന്നു അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പറയുമോ? എക്സാം കഴിഞ്ഞ് ഞാൻ ഷോക്ക്ഡായിരുന്നു. കാരണം നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ലെവൽ ഡിഫിക്കൽട്ടി ആയിരുന്നു. നമ്മൾ മോഡൽ എക്സാംസ് ആണെങ്കിലും ഇത്ര ഡിഫിക്കൽട്ട് ആവാറില്ല. സോ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ച് എഴുതി വന്ന് പക്ഷേ നമുക്ക് വിചാരിക്കാത്ത പോലെ പെർഫോം ചെയ്യാണ്ട് വരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു, കരയാൻ വന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞു റിസൾട്ട് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നമ്മൾ ഇട്ട എഫേർട്ടിന് എന്തായാലും റിസൾട്ട് കിട്ടും. തോന്നിയിരുന്നു ഇനിയിപ്പോൾ ഞാനൊരു വർഷം കഷ്ടപ്പെട്ടതൊക്കെ വേസ്റ്റ് ആയി. പക്ഷെ ഒരിക്കലും അല്ല, ഞാൻ എത്ര എഫേർട്ട് ഇട്ടോ അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൗതത്തിൻ്റെ സ്കോർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഗൗതം തന്നെ ഒന്ന് പറഞ്ഞോളൂ, എത്രയാണ് സ്കോർ എന്നുള്ള കാര്യം? എൻ്റെ സ്കോർ 621 ആണ്. ഓക്കെ, അപ്പോൾ 621, ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാമിൽ 621 എന്ന് പറയുന്ന അത്രയും മികച്ച ഒരു മാർക്കും അതേപോലെ തന്നെ കേരള 8th റാങ്ക് വാങ്ങാന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ പഠിക്കുന്ന സമയത്ത് ഏതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു? അതുപോലെ പഠിക്കാൻ കുറച്ച് ഈസി ആയിട്ടൊക്കെ തോന്നിയ സബ്ജക്റ്റൊക്കെ ഏതായിരുന്നു? പേഴ്സണലി എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരെയും പോലെ എനിക്ക് ഫിസിക്സ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായി തോന്നിയിരുന്നത്. പിന്നെ മെമ്മറൈസ് ചെയ്യാൻ എനിക്ക് ഇത്രയും കൂടി എളുപ്പമാണ്. അതുകൊണ്ട് ബയോളജി ആയിരുന്നു എൻ്റെ ഈസിയസ്റ്റ് സബ്ജക്റ്റ്.
ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിസിക്സ് ആയിരുന്നു പലർക്കും ഒരു പേടി സ്വപ്നം എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എക്സാം ഹോളിൽ ഫിസിക്സ് അതേപോലെ തന്നെ പേടിപ്പിച്ചിരുന്നോ? എക്സാം ഹാളിൽ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ഫിസിക്സ് ആയിരുന്നെങ്കിലും പേടി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫെമിലിയറൈസ് ആയിരുന്നു. ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫിസിക്സിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ടാക്കിൾ ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ ടൈം ഫിസിക്സിൽ സ്പെൻഡ് ചെയ്യണം, ഫിസിക്സ് സ്ട്രോങ് സബ്ജക്റ്റ് ആക്കി എടുക്കണം. സോ എക്സാമിൽ എനിക്കങ്ങനെ പേടിയുണ്ടായിരുന്നില്ല. പക്ഷേ ഡിഫിക്കൽട്ട് സബ്ജക്ട് ലൈക്ക് ടൈം കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് ഫിസിക്സിലായിരുന്നു. ഓക്കെ, സോ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പും അതേപോലെ തന്നെ മെൻറ്റേഴ്സ് അതുപോലെ ഇവിടെയുള്ള മോക്ക് ടെസ്റ്റുകൾ അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ടോപ്പ് നോച്ച് തന്നെയാണ്. കാരണം അവരെടുക്കുന്ന ലെക്ചേഴ്സ് എല്ലാം ക്രിസ്പാണ്, ഓൺ ടു ദ പോയിന്റ് ക്ലിയർ ആണ്, കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കി തരികയും ചെയ്യും. പിന്നെ ഇ ലേണിംഗ് ആപ്പ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ചില കോൺസെപ്റ്റ്സ് ഒന്ന് ക്ലിയർ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് കാണാം. ഇ ലേണിംഗ് ആപ്പിലുള്ള എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അതിലിരുന്ന് തന്നെയാണ് ചെയ്തത്. നീറ്റ് 2016 വരെയും അതിനുശേഷമുള്ള APMT 5 വർഷത്തെ APMT ക്വസ്റ്റ്യൻസും ഞാൻ ഇ ലേണിംഗ് ആപ്പിൽ തന്നെയാണ് ചെയ്തിരുന്നത്. ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ലൈബ്രറി ഫെസിലിറ്റീസ് ആണെങ്കിലും ബ്രില്യൻറ്റിലെ ലൈബ്രറി ഫെസിലിറ്റീസിൽ നിന്ന് കുറേ ബുക്ക് എടുക്കുകയും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, സോ നമ്മളെ ഒരുപാട് പ്രൊഫസേഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫസർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫസർ എന്ന് പറയാൻ കെമിസ്ട്രിയിൽ നിന്നാണ് അനൂപ് സാറാണ് എൻ്റെ ഫേവറേറ്റ് പ്രൊഫസർ. ക്യാൻസർ CAN. ഓക്കെ, സോ ഒരു ഡ്രീം ക്യാമ്പസ് എന്തായാലും നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അല്ലേ? അപ്പോൾ ഏതാണ് ആ ഒരു ഡ്രീം ക്യാമ്പസ്? എൻ്റെ ഡ്രീം ക്യാമ്പസ് എന്ന് പറയാൻ എനിക്ക് ജിപ്മർ പോണ്ടിച്ചേരി തന്നെയാണ് എൻ്റെ ഡ്രീം ക്യാമ്പസ്. പിന്നെ ഡോക്ടർ ആവണം എന്നുള്ള ഈ ഒരു ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഗൗതത്തിന് തോന്നിയിരുന്നതാണോ, അതോ അങ്ങനെ വീട്ടിലെ അമ്മയുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞാണോ മോനിങ്ങനെ വലുതാകുമ്പോൾ ഡോക്ടർ ആവണം എന്നുള്ള ഒരു കാര്യം? എപ്പോഴാണ് അതൊക്കെ തോന്നി തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലായിരുന്നില്ല. ചെറുപ്പത്തിൽ എനിക്ക് ഡോക്ടർ ആവണം എന്നായിരുന്നില്ല. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞു 8th ഒക്കെ ആയപ്പോഴാണ് ഓക്കെ മെഡിസിനാണ് എൻ്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ എനിക്കൊരു മെഡിക്കൽ ഡോക്ടർ ആവണമെന്നായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആഗ്രഹം തുടങ്ങിയത്. 10th ശേഷം ഞാൻ സീരിയസ് എഫേർട്സ് ഇടാനും നോക്കി. അങ്ങനെ ബ്രില്യൻറ്റ് വന്നു ചേർന്നു. സോ ഇനി വരാൻ പോകുന്ന ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അവരോടൊക്കെ ആയിട്ട് എന്ത് മെസ്സേജാണ് ഗൗതത്തിന് പറയാനായിട്ടുള്ളത്? ഇനി അടുത്ത വർഷം ഈ 2026 പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുക, ഒരിക്കലും കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യരുത്. എല്ലാ ദിവസവും ഫിക്സ്ഡ് എമൗണ്ട്സ് പഠിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ തോന്നും നമുക്ക് പറ്റാത്ത പോലെ തോന്നും ഈ നമ്മളിടുന്ന എഫേർട്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇട്ട എഫേർട്ടിന് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ തുടക്കത്തിൽ തന്നെ ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കണം, നിങ്ങൾ എങ്ങനെ പഠിക്കണം, അവസാനം മുമ്പ് എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കണം. മിസ്റ്റേക്ക് ബുക്ക് മസ്റ്റായി ഉണ്ടാക്കണം. കാരണം ഞാൻ എഴുതി ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ബുക്കിൽ നിന്ന് ഒരു 4-5 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അതേ സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നീറ്റിൽ കണ്ടിരുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ആവുക. സോ നിങ്ങളിപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യരുത്, മാക്സിമം എഫേർട്ട് ഇടുക, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഭാവിയിൽ ഇതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.